ബി.ജെ.പി. ഒരിക്കലും വളരില്ല എന്ന് പറഞ്ഞവർക്കിടയിലേക്കാണ് ബി.ജെ.പിയുടെ വലിയ വളർച്ച കാണാൻ സാധിക്കുന്നത്. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അടിമുടി ബി.ജെ.പിയിൽ മാറ്റമുണ്ടാകും എന്ന് പറയുന്നത് വെറുതെയല്ല. ബി.ജെ.പി. വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്, വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് വിമർശകർ വരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് കേരളത്തിൽ ബി.ജെ.പിക്ക് വേരുറപ്പിക്കാൻ പറ്റിയ മണ്ണാണെന്നും അവിടെ ബി.ജെ.പി. ഉഴുതുമറിക്കുക തന്നെ ചെയ്യുമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയാതെ പറയുന്നത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് എന്തറിയാം, കേരളത്തിലെ വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് എന്തറിയാം എന്നൊക്കെ ചോദിക്കുന്നവരോട് കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് MP ആയി മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തെക്കുറിച്ച് അറിയാത്ത എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് പറയുന്നവരോട് ചോദിച്ചാൽ അവർ കൈമലർത്തി കാണിക്കും. എന്തായാലും കേരളത്തിൽ ഒരു പെൺശക്തിയുണ്ട് ബി.ജെ.പിക്ക്. ആ പെൺശക്തി എന്ന് പറയുന്നത്, പെൺശക്തി എന്നതിനപ്പുറം പെൺപുലിയുണ്ട് ബി.ജെ.പിക്ക്. ആ പെൺപുലി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കാൻ നിന്നാലും അവിടെയൊക്കെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും, വോട്ട് വിഹിതം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ബി.ജെ.പിക്ക് മികച്ച നേതാക്കന്മാരുണ്ട്. കേരളത്തിൽ സുരേഷ് ഗോപി ആണെങ്കിൽ തമിഴ്നാട്ടിൽ അണ്ണാമലൈ, JP നദ്ദ, അമിത്ഷാ, നരേന്ദ്രമോദി, ഡോവൽ തുടങ്ങിയ കരുത്തുറ്റ നേതാക്കൾ ബി.ജെ.പിയിലുണ്ട്. മാത്രമല്ല, സ്ത്രീകളുടെ കാര്യത്തിലെടുത്താൽ ശോഭാ സുരേന്ദ്രൻ, സ്മൃതി ഇറാനി, രേഖ ഗുപ്ത അടക്കം നിരവധി മഹിളമാരെ ഒത്തുചേർത്തോടെ നാരീ ശക്തികളെ ഒത്തുചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ വനിതകൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ബി.ജെ.പി. എന്ന് പറയുന്നത്. അതുകൊണ്ട് വനിതകളെ തഴഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്ത്രീ മുന്നേറ്റമാണ് ബി.ജെ.പിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ഡൽഹിയെ വിജയിപ്പിച്ച് കയറ്റിയ പർവേഷ് ശർമ്മയായിരിക്കും ഒരുപക്ഷെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ അധികാരമേൽക്കുക എന്നുള്ളത്. പക്ഷേ അവിടെ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ബി.ജെ.പി. നടത്തിയത്. രേഖ ഗുപ്ത എന്ന് പറയുന്ന കരുത്തുറ്റയായ വനിതയെ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് ബി.ജെ.പി. മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചും. അധ്യക്ഷ സ്ഥാനം ശോഭാ സുരേന്ദ്രന് കിട്ടുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത്. പക്ഷേ അധ്യക്ഷ സ്ഥാനം ശോഭാ സുരേന്ദ്രന് ലഭിച്ചില്ല. പകരം ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയോ അല്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയോ നിയമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി. എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കൂടി കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനോട് ഒരു മമതയുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയുടെ സ്വഭാവം ഏകദേശം നോക്കിയാൽ ഒരുപോലെയാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുന്നതും പറയേണ്ട കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി അത് പറയുവാനും നിലപാടെടുക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. അത് തന്നെയാണ് സുരേഷ് ഗോപിയും. മാധ്യമങ്ങളായതുകൊണ്ട് അവരുടെ മുന്നിൽ മുട്ടിവിറച്ചു നിൽക്കണം, അല്ലെങ്കിൽ അവർ തനിക്കെതിരെ നെഗറ്റീവ് പറയും, നെഗറ്റീവ് എഴുതും. അതുകൊണ്ട് മാധ്യമങ്ങൾ എന്ത് ചോദിച്ചാലും ചിരിച്ച് തനി രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം കാണിക്കണം. ഇതൊന്നും സുരേഷ് ഗോപി ഒരിക്കലും ചെയ്യാറില്ല. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്തൊക്കെ കുറവുകളുണ്ട്, അതെല്ലാം അദ്ദേഹത്തിന്റെ കൃത്യമായ സ്വഭാവം കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് പലർക്കും പലപ്പോഴും ഇഷ്ടപ്പെടണം എന്നില്ല. അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവായി ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ മാറുമ്പോൾ എന്തുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി പദവി ശോഭാ സുരേന്ദ്രന് കൊടുത്തുകൂടാ? ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നടത്തുന്നുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലും പാലക്കാടും ആലപ്പുഴയും ഒക്കെ മത്സരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോട്ടിംഗ് ഷെയറിന്റെ വിഹിതം, വോട്ടിംഗ് ഷെയർ കൂടുന്നത് ഒക്കെ കേന്ദ്ര നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ ശോഭാ സുരേന്ദ്രനൊപ്പമുണ്ട്. ശോഭാ സുരേന്ദ്രൻ അധികാരത്തിൽ വരുമ്പോൾ ശോഭയ്ക്കൊപ്പം നിൽക്കാൻ ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം. നമുക്കറിയാം, ഈ CPM-ലോ കോൺഗ്രസിലോ എടുത്തു നോക്കിയാൽ ഇത്തരം പുലിക്കുട്ടികളായ സ്ത്രീകളില്ല. അവിടെയൊക്കെ ഒതുക്കലിന്റെ രാഷ്ട്രീയമാണ്. സ്ത്രീകളെ മുൻനിരയിലേക്ക് വരാൻ സമ്മതിക്കാതെ പേരിന് ഒന്നോ രണ്ടോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുന്നതല്ലാതെ അവരെ ആരെ മുൻനിരയിലേക്ക് വന്ന
ആ ഒരു താക്കോൽ ഏൽപ്പിക്കാൻ, പാർട്ടിയുടെ താക്കോൽ ഏൽപ്പിക്കാൻ എല്ലാവർക്കും ഭയമാണ്. ഇവിടെ കെ ശൈലജ ടീച്ചർ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയം മറന്നുകൊണ്ട് അംഗീകരിച്ചതാണ്. പിന്നീട് ശൈലജ ടീച്ചറിന്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചറിനെ ഒതുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകും ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞിടത്ത് പിന്നീട് ശൈലജ ടീച്ചറിനെ ഇപ്പോൾ കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പിണറായി സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആകെക്കൂടി വനിതാ പ്രാതിനിധ്യം വേണമെന്ന് കരുതിക്കൊണ്ട് വീണ ജോർജിനെ ഒരു ആരോഗ്യമന്ത്രിയാക്കി. വീണ ജോർജ് ഒരു നല്ല ആരോഗ്യമന്ത്രി ആണോ എന്ന് ചോദിച്ചാൽ സഹാക്കന്മാർ പോലും പറയും അല്ല, നല്ലൊരു ആരോഗ്യമന്ത്രി അല്ല എന്നുള്ളത്. PK ശ്രീമതി ടീച്ചറിന് നമുക്കറിയാം തീവ്രത കുറഞ്ഞ പീഡനവും തീവ്രത കൂടിയ പീഡനവും അളക്കാനുള്ള മിഷൻ ശ്രീമതി ടീച്ചറിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. കാരണം സഹാക്കൾ തന്നെ പീഡിപ്പിക്കുമ്പോൾ അതിന്റെ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന മിഷനുമായി നടക്കുന്ന ആളാണ് ശ്രീമതി ടീച്ചർ. ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നിടത്ത് ആളുകൾ തടിച്ചു കൂടുന്നത്, അത് കേൾക്കാൻ ആളുകൾ കൂടുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ് നിന്നിരുന്നുവെങ്കിൽ ഒന്നുകിൽ ഒന്നാം സ്ഥാനം, അല്ലെങ്കിൽ ഇത്രയും വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയം നമുക്കുണ്ടായേനെ. അത് തന്നെയാണ് ഇവിടെ പല ചർച്ചകൾക്കും കാരണമാകുന്നത്. ശോഭാ സുരേന്ദ്രനെ കൃത്യമായി പാർട്ടി ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അത് കൃത്യമായി സുരേഷ് ഗോപിക്ക് മനസ്സിലായി. പ്രാതിനിധ്യം ഇപ്പോൾ സ്മൃതി ഇറാനിയൊക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകളുടെ തന്നെ സാമൂഹ്യ വികസനത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ രേഖാ ഗുപ്ത ഡൽഹിയിൽ സ്ത്രീകൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അവർ സ്ത്രീകൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ഒരു സ്ത്രീ കേരളത്തിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടായാൽ അത് കേരളത്തിൽ വലിയ നേട്ടങ്ങൾ, കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. മാത്രമല്ല സ്ത്രീകൾക്ക് കുറച്ചുകൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല BJPക്ക് കുറെ കൂടി ആഴത്തിൽ വേരൂന്നി പോകാൻ, അല്ലെങ്കിൽ BJPക്ക് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJPക്ക് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നല്ലൊരു ശതമാനം വോട്ട് പിടിക്കുവാനും ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരുവാനും സാധിക്കും എന്നുള്ളത് BJP കേന്ദ്ര നേതൃത്വം നന്നായി മനസ്സിലാക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ ബുദ്ധിയും തന്ത്രപരമായ നീക്കങ്ങളുമാണ് ഉത്തരേന്ത്യ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ പലതും BJP ഭരിക്കാനുള്ളതും ഇന്ത്യ BJP ഭരിക്കാനുള്ള കാരണവും. അത് തന്നെയാണ് ഇവിടെ കേരളത്തിലും, അതേ സ്ട്രാറ്റജി തന്നെയാണ് കേരളത്തിലും പ്രയോഗിക്കാൻ തയ്യാറെടുക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാകും, ശോഭാ സുരേന്ദ്രനിലൂടെ അത് എത്രത്തോളം ഫലപ്രദമാകും എന്നാണ് കേന്ദ്ര നേതൃത്വം നോക്കിക്കാണുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ആകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് BJPക്കാരും ശോഭയെ സ്നേഹിക്കുന്ന ജനങ്ങൾ.